സർ, കെജ്രിവാളിന്റെ മോഹങ്ങളെല്ലാം പൊലിഞ്ഞു എന്ന് തന്നെ പറയാം. ഇടക്കാല ജാമ്യം നീട്ടിക്കിട്ടണോ എന്നുള്ള കെജ്രിവാളിന്റെ അപേക്ഷ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം? കെജ്രിവാൾ മെയ് 10-ാം തീയതി അപ്രതീക്ഷിതമായി അദ്ദേഹം പോലും ആഗ്രഹിക്കാത്ത തരത്തിൽ ഒരു ഇടക്കാല ജാമ്യത്തിൽ പുറത്തു വന്നു. അദ്ദേഹത്തിന് അങ്ങനെ ഒരു അപേക്ഷ കോടതിയുടെ മുന്നിൽ കൊടുക്കേണ്ടി വന്നില്ല. എങ്കിലും വെക്കേഷൻ ഡിവിഷൻ ബെഞ്ച് അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം കൊടുത്തു. അത് തെരഞ്ഞെടുപ്പ് സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ്. അപ്പോൾ പ്രചരണത്തിനുള്ള ഒരു പ്രധാനപ്പെട്ട പ്രതിപക്ഷ രാഷ്ട്രീയ നേതാവ് ജയിലിൽ കിടക്കുന്നത് ഈ സന്ദർഭത്തിൽ നല്ലതല്ലെന്ന് ഒരു ഔചിത്യം ഒരുപക്ഷെ ജഡ്ജിമാരുടെ തീരുമാനത്തെ ഭരിച്ചിരിക്കും. അവർ ഡൽഹി മുഖ്യമന്ത്രിയായ കെജ്രിവാളിന് ഇടക്കാല ജാമ്യം കൊടുത്തു. അദ്ദേഹം തെരഞ്ഞെടുപ്പ് വേദിയിലേക്ക് വന്നു. ഡൽഹിയിൽ വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ അദ്ദേഹം റാലിയിൽ അഭിസംബോധന ചെയ്തു. ജനങ്ങളോട് പറഞ്ഞത് ഇദ്ദേഹം ഈ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ മുഴുവൻ പ്രതിപക്ഷത്തിൻ്റെയും ഏക നേതാവായ അദ്ദേഹം സ്വയം അങ്ങ് ഭാവിച്ചു. എന്നിട്ട് അദ്ദേഹം ഓപ്പോസിഷൻ പാർട്ടികളുടെ എല്ലാം നയം എന്ന നിലയിൽ പറയാൻ തുടങ്ങി. NDA അധികാരത്തിൽ വന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതാനും മാസങ്ങളേ ഉണ്ടാവുള്ളൂ. സെപ്റ്റംബറോടെ അദ്ദേഹം സ്ഥാനമൊഴിയും. പിന്നീട് അമിത്ഷാ ആയിരിക്കും പ്രധാനമന്ത്രി എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ അതോടെ പ്രതിപക്ഷത്തുള്ള കോൺഗ്രസ് അടക്കമുള്ള എല്ലാ പാർട്ടികളുടെയും നേതാക്കൾ വെടിയേറ്റതുപോലെയായി. അവർ അസ്തമിച്ചു പോയി. ഇദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തു വന്നിട്ട് NDA ജയിക്കും എന്നാണ് പറഞ്ഞത്. ഇവർ NDAക്ക് പകരം INDA ഭരണത്തിൽ വരുമെന്ന് നാട് നീളെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മറ്റ് പ്രതിപക്ഷ നേതാക്കളും പ്രസംഗിച്ചു തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ്. ഇപ്പോൾ തിഹാർ ജയിലിൽ അകത്ത് കിടക്കുന്ന കെജ്രിവാളിനേക്കാൾ അപകടകാരിയായി പുറത്തു വന്ന കെജ്രിവാൾ. മോചിതനായ കെജ്രിവാൾ ആദ്യത്തെ ദിവസം തന്നെ പ്രതിപക്ഷത്തിന് വലിയ ഒരു പാരയായി. അവസാനം അവർക്ക് ഗത്യന്തരമില്ലാതായി. ഇദ്ദേഹം ഹരിയാനയിലും ചണ്ഡീഗഡിലും ഡൽഹിയിലും പറ്റുന്നിടത്തൊക്കെ മാറി തിരിഞ്ഞു പ്രചരണത്തിന് പോയി. കോൺഗ്രസ് നേതാക്കൾ പെട്ടെന്ന് നിശബ്ദരായി. ഇദ്ദേഹത്തെ തള്ളാനും വയ്യ കൊള്ളാനും വയ്യ എന്ന ഘട്ടത്തിലായി. പിന്നീടുള്ള ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് വേദിയിൽ കെജ്രിവാളിൻ്റെ അഭിപ്രായങ്ങളൊന്നും ഒരു പ്രതിപക്ഷ നേതാവും ഷെയർ ചെയ്തില്ല. അതിനോട് അനുഭവം പ്രകടിപ്പിക്കുകയോ അതേപ്പറ്റി എന്തെങ്കിലും ഒരു കമൻറ്റ് നടത്തുകയോ ചെയ്തിട്ടില്ല. അതുമാത്രമല്ല, കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം അത് കൂനിന്മേൽ കുരുവായി. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഒരു വനിതാ MP അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വെച്ച് കെജ്രിവാളിൻ്റെ പേഴ്സണൽ സെക്രട്ടറി കയ്യേറ്റം ചെയ്തു, തറയിലിട്ട് ചവിട്ടി മർദ്ദിച്ചു എന്ന കേസ് ഇപ്പം കെജ്രിവാളിൻ്റെ പാർട്ടിക്കും അദ്ദേഹത്തിനും എതിരായിട്ട് തീർന്നിരിക്കുക. അതിൽ ആ കയ്യേറ്റം ചെയ്ത ആൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. അയാൾക്ക് ജാമ്യം ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ആ MP ഇപ്പോൾ കേസുമായിട്ട് നടക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ആകെ കഷ്ടകാലമാണ് എല്ലാ അർത്ഥത്തിലും. അപ്പോൾ ഒരു വനിതാ MP-യെ കയ്യേറ്റം ചെയ്ത കേസ് കൂടിയുണ്ട്. ജയിലിൽ സാമ്പത്തിക കുറ്റങ്ങൾക്കോ മറ്റോ ആണ് ഇദ്ദേഹം അകത്ത് പോയത്. ED-യുടെ കേസിലാണ്. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ക്രിമിനൽ കേസും കൂടി സ്വന്തം കൂട്ടാളി പേഴ്സണൽ സെക്രട്ടറി ക്രിമിനൽ കേസിലും പ്രതിയായി. അപ്പോൾ ഈ ഒരവസ്ഥയിലാണ് ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നം ആവശ്യപ്പെട്ട് ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടി ഇദ്ദേഹം കോടതിയിൽ ഒരാഴ്ചയിലേറെ തനിക്ക് ഈ ഇടക്കാല ജാമ്യം ഒന്ന് നീട്ടിക്കിട്ടണം. ഇത് തിരഞ്ഞെടുപ്പ് റിസൾട്ടൊക്കെ വന്നതിന് ശേഷം അതിൻ്റെ ഫലവും ഒക്കെ കണ്ട് എന്ത് ചെയ്യാം തൻ്റെ ഭാവി രാഷ്ട്രീയത്തിന് എന്ന് ആലോചിക്കാൻ കൂടിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡൽഹിയിൽ ഹരിയാനയിലും പഞ്ചാബിലുമൊക്കെ ഇദ്ദേഹത്തിൻ്റെ ആം ആദ്മി പാർട്ടിയും മത്സരിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഡൽഹിയിലെ ഇദ്ദേഹത്തിൻ്റെ പ്രചരണത്തിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ ഫീഡ്ബാക്ക് അത്ര സുഖകരമല്ല. കാരണം അവിടുത്തെ 7 സീറ്റ് തുടർച്ചയായി BJP ജയിച്ചു വരുന്നതാണ്. 2014-ലും കഴിഞ്ഞ 2019-ലും ആ 7 സീറ്റിലും BJP MP-മാരാണുള്ളത്. അവിടുത്തെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ 4 സീറ്റ് ആം ആദ്മി പാർട്ടിയും 3 സീറ്റ് കോൺഗ്രസുമാണ് മത്സരിക്കുന്നത്. ഇതിൽ 7-ലും ഈ വീണ്ടും പരാജയം ആവർത്തിക്കുകയാണെങ്കിൽ ഇദ്ദേഹം ഇപ്പോൾ ജയിലിൽ നിന്ന് വന്നതുകൊണ്ട് യാതൊരു ഫലവുമില്ല. അദ്ദേഹത്തിൻ്റെ സീറ്റിൽ പോലും
അദ്ദേഹത്തിന് ജയിപ്പിക്കാനോ അതിനുള്ള പ്രചരണം നടത്താനോ പറ്റിയില്ല. ആ ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ജാമ്യം നീട്ടിക്കിട്ടണമെന്ന അപേക്ഷ കഴിഞ്ഞ ദിവസം ഒരു ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിലാണിത് സമർപ്പിക്കപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വിയാണ് ഈ അപേക്ഷ മൂവ് ചെയ്തത്. അത് അവിടെ ചെന്നപ്പോൾ അവർ ഇതിനകത്തെ അപകടം മനസ്സിലാക്കി. കാരണം ഇദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം കൊടുത്തത് തന്നെ നിയമവിരുദ്ധമായിരുന്നു. കൃത്യമായ നിയമ വ്യവസ്ഥകൾ പരിശോധിക്കാതെ ഇദ്ദേഹത്തിന് കൊടുത്ത ഒരു ആനുകൂല്യമായിരുന്നു. അത് ജഡ്ജിമാർക്ക് ആതരം ലീനിയൻസി ആകാമോ, അത് പാടുണ്ടോ, എന്ത് ബേസിലാണ് ഇദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചത്, അതും അപേക്ഷിക്കാത്ത ഒരു ജാമ്യം കൊടുത്തത് എന്നൊക്കെയുള്ള ചോദ്യം നിയമവേദികളിലും രാഷ്ട്രീയ വേദികളിലും ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ അത് നീട്ടിക്കിട്ടണമെന്നുള്ള അപേക്ഷയും അദ്ദേഹം കോടതിയിൽ വെച്ചത്. ആ അപേക്ഷ കഴിഞ്ഞ ദിവസം ഈ അപേക്ഷ ലഭിച്ച ബെഞ്ച് എന്ത് ചെയ്തു, അത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് റെഫർ ചെയ്തു. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് റെഫർ ചെയ്യപ്പെട്ടപ്പോൾ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ സുപ്രീം കോടതി രജിസ്ട്രാർ പരിശോധിക്കുകയും അദ്ദേഹത്തിൻ്റെ നിയമ ദൃഷ്ടിയാൽ ഇത് ചീഫ് ജസ്റ്റിസ് കേൾക്കേണ്ട ഒരു കേസായിട്ട് തോന്നിയില്ല. അദ്ദേഹത്തിൻ്റെ തീരുമാനപ്രകാരം ഇന്നത് നിരസിച്ചിരിക്കുകയാണ്. 2-ാം തീയതി നിശ്ചയമായും അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലിൽ റിപ്പോർട്ട് ചെയ്യണം. പക്ഷെ ഇതൊരു അസാധാരണമായിട്ടുള്ള സംഭവമല്ലേ? രജിസ്ട്രാറൊക്കെ അത് നിരസിക്കുക എന്ന് പറയുമ്പോൾ ഇതൊരു അസാധാരണ സംഭവമല്ലേ? അല്ല, സാധാരണ അതിനകത്ത് നിയമവിരുദ്ധമായി ഒന്നുമില്ല, നിയമവിധേയമാണ്. അത് രജിസ്ട്രാറിന് അതിനുള്ള അധികാരവും അദ്ദേഹത്തിൻ്റെ പദവി അത് അനുവദിക്കുന്നതുമാണ്. അത് ചെയ്യാം, കാരണം അതൊരു ജഡ്ജിയാണ്. അപ്പോൾ ആ നിയമത്തെ പറ്റി ധാരണയുള്ള ആളാണ്, അദ്ദേഹത്തിന് അത് തീരുമാനമെടുക്കാം. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പരിശോധിക്കേണ്ട ഒരു ജാമ്യ അപേക്ഷ, ഒരു ജാമ്യം നീട്ടിക്കിട്ടുന്ന അപേക്ഷ, അത്രയും വലിയൊരു നിയമത്തിൻ്റെ കീറാമുട്ടിയൊന്നും അതിനകത്തില്ല. അത് രജിസ്ട്രാർ ലെവലിൽ അത് പരിശോധിച്ച് അത് അനുവദനീയമല്ല എന്ന് തോന്നി, അതൊരു മെരിറ്റാണ്. ആ പരിശോധന തന്നെ ഒരു മെരിറ്റാണ്, അത് തള്ളിയിരിക്കുകയാണ്. പിന്നെ വരുന്ന ചോദ്യം ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നം. ഇപ്പോൾ വേണമെങ്കിൽ ഒരു ജഡ്ജിക്ക് ചെയ്യാമായിരുന്നത് ഇദ്ദേഹം പറയുന്ന ഈ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ യഥാർത്ഥത്തിലുള്ളതാണോ എന്ന് ഒരു മെഡിക്കൽ എക്സാമിനേഷന് വേണേൽ വിധേയമാക്കാമായിരുന്നു. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ കെജ്രിവാൾ വീണ്ടും കൂടുതൽ അപഹാസ്യനായിത്തീരും. ഇത്രയും ഗുരുതരമായ ഒരു ജയിലിൽ കിടക്കാൻ പറ്റാത്ത തരത്തിലുള്ള അതീവ ഗുരുതരമായ അടിയന്തര ആരോഗ്യ പ്രശ്നമൊന്നും അദ്ദേഹത്തിനില്ല. ഡയബറ്റീസാണ്, ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്ന അതാണ് അദ്ദേഹത്തിൻ്റെ അസുഖം. അത് ടൈപ്പ് 2 ഡയബറ്റീസ് എന്നൊക്കെ നാട്ടുകാർ നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. അത് മെഡിസിൻ കൊണ്ട് കൺട്രോൾ ചെയ്യാവുന്നതാണ്. ആഹാര നിയന്ത്രണവും പിന്നെ ഔഷധ ഉപയോഗവും കൊണ്ടത് നിയന്ത്രിക്കാവുന്നതാണ്. പിന്നെ അദ്ദേഹം ഇല്ലാത്ത കുറേ അസുഖങ്ങൾ എഴുതി ചേർത്തു, കാർഡിയോളജിക്കൽ പ്രശ്നങ്ങളും പാൽപിറ്റേഷൻ പ്രശ്നം ഒക്കെ എഴുതി ചേർത്തു. അതൊക്കെ മെഡിക്കൽ പരിശോധനയിൽ ഇത്രയും ഒരു ജയിലിൽ, അതും തിഹാർ ജയിൽ പോലെ വളരെ പരിഷ്കൃതമായ സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരു കഴിയുന്നതിന് ദോഷമൊന്നും വരുന്ന ആരോഗ്യ പ്രശ്നം അദ്ദേഹത്തിനില്ല. നമുക്കറിയാമല്ലോ, തിഹാർ ജയിലിൽ രാജൻ പിള്ള കിടന്ന് മരിച്ച സ്ഥലമാണ്, രക്തം ഛർദ്ദിച്ച് മരിച്ച സ്ഥലമാണ്. അപ്പോൾ അന്ന് രാജൻ പിള്ളയ്ക്ക് കിട്ടാത്ത ഒരു ജാമ്യം ഇദ്ദേഹത്തിന് എങ്ങനെ അനുവദിക്കുക? അതാണ് അതിനകത്തെ വേറൊരു പ്രശ്നം. ഒരു പക്ഷേ ഈ ഒരു ഇലക്ഷൻ്റെ റിസൾട്ട് വരാൻ നേരമായല്ലോ, അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഇടക്കാല ജാമ്യം നീട്ടി കിട്ടണമെന്ന് കെജ്രിവാൾ അപേക്ഷ കൊടുക്കുന്നതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടാവത്തില്ലേ? അതെ, കെജ്രിവാളിൻ്റെ നീക്കങ്ങളെല്ലാം രാഷ്ട്രീയ ഉദ്ദേശത്തോടെയും ദുരുദ്ദേശത്തോടെയും ഉള്ളതായിരുന്നു. ഇല്ലാത്ത രോഗങ്ങളൊക്കെ എഴുതി ചേർത്ത് ഇല്ലാത്തതാണെന്ന് നമ്മൾ വിധിക്കുന്നില്ല, പക്ഷേ ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കും. പക്ഷെ രോഗമില്ലാത്ത മനുഷ്യരാരാകും? എല്ലാവർക്കും രോഗങ്ങളൊക്കെ വരും, മനുഷ്യനല്ലേ. 54 വയസ്സുള്ള കെജ്രിവാളിന് അദ്ദേഹത്തിന് അത്യാവശ്യം വേണ്ടുന്ന രോഗങ്ങളൊക്കെ ഉണ്ട്, പ്രത്യേകിച്ചും ഡയബറ്റീസ് ഉള്ള ഒരാളാണ്. അപ്പോൾ അത് പക്ഷേ ഒരു തടവുപുള്ളി എന്ന നിലയിൽ ഡയബറ്റീസ് പിന്നെ ഒരു മാരകമല്ല, അത് മാനേജബിളാണ്. ഡയബറ്റീസ് എന്ന് പറയുന്നത് തന്നെ ഒരു മെറ്റബോളിക്കൽ കണ്ടീഷനാണ്, അതൊരു രോഗമൊന്നുമല്ല. മെഡിക്കൽ വീക്ഷണത്തിൽ, ആരോഗ്യ വിദഗ്ധന്മാരുടെ വീക്ഷണത്തിൽ ഡയബറ്റീസ് ഒരു മാനേജബിൾ ആയ ഒരു മെറ്റബോളിക്കൽ കണ്ടീഷനാണ്. അത് മാനേജ് ചെയ്ത് പോയാൽ മതി. അത് മാനേജ് ചെയ്യാനുള്ള എല്ലാ ആധുനിക സൗകര്യങ്ങളും നമ്മുടെ ജയിലുകളിൽ പോലും ലഭ്യമാണ്. തിഹാർ ജയിലിലൊക്കെ
24 hours മെഡിക്കൽ എയ്ഡുണ്ട്. അങ്ങനെയുള്ള സ്ഥലമാണ്. അപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായി മരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ, ആഹാരം നിയന്ത്രിക്കുന്നുണ്ടോ? ഇദ്ദേഹം ജയിലിൽ വെച്ച് ഫ്രൂട്ട് കഴിച്ചിട്ട് ഡയബറ്റീസ് കൂട്ടി ആ പേരിൽ ആശുപത്രിയിൽ കിടന്നു കളയാം എന്ന് കരുതിയ ആളാണ്. അപ്പോൾ കെജ്രിവാൾ പല സർക്കസും കാണിക്കും, പല അഭ്യാസങ്ങളും കാണിക്കും. പിന്നെ ഇപ്പോൾ തന്നെ ഈ ജാമ്യം നീട്ടിക്കിട്ടണമെന്ന് ആവശ്യപ്പെട്ടത് തന്നെ ഒരു രാഷ്ട്രീയ തന്ത്രമാണ്. അപ്പം റിസൾട്ട് 4-ാം തീയതി വരും. അത് കഴിഞ്ഞ് വരുന്ന റിസൾട്ടിൻ്റെ ഒക്കെ വിശദാംശങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷം എന്തെങ്കിലും കാലുമാറാനോ അല്ലെങ്കിൽ നിലനിർത്താനോ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് നോക്കും. അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് തന്നെ വലിയൊരു ഭീഷണിയിലാണ്. ഡൽഹിയിലെ ഗവൺമെൻറ് തന്നെ വലിയൊരു ഭീഷണിയിലാണ്. അദ്ദേഹത്തിൻ്റെ ഒരു MLA ഇതാ കഴിഞ്ഞ ദിവസം കൂടി അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയി. ആം ആദ്മി പാർട്ടി വിട്ടു. ഡൽഹി സൗത്തിൽ ഒരംഗം. അപ്പോൾ അങ്ങനെ പല തരത്തിൽ ആം ആദ്മി പാർട്ടി ഭീഷണി നേടുന്നു. കൂടാതെ അദ്ദേഹത്തിൻ്റെ പിന്നെ പേഴ്സണൽ സെക്രട്ടറി പോലീസ് കസ്റ്റഡിയിലിരിക്കുന്നു. അതും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ തന്നെ ഒരു MPയെ മർദ്ദിച്ചതിന്. അതിൽ ദേശീയ വനിതാ കമ്മീഷനൊക്കെ ഇടപെട്ടിരിക്കുന്ന ഒരു കേസാണത്. അപ്പോൾ അത് പല കാരണങ്ങൾ കൊണ്ട്. പിന്നെ കെജ്രിവാളിനെതിരായിട്ട് വന്നിരിക്കുന്ന നിരവധി ആരോപണങ്ങളും കേസുകളും ഒന്നിന് പിറകെ ഒന്നായി ക്രിമിനൽ കേസുകളും സാമ്പത്തിക കുറ്റകൃത്യത്തിനും എതിരായിട്ടുള്ള അന്വേഷണങ്ങളും ഒക്കെ വരികയാണ്. അപ്പോൾ കെജ്രിവാളിൻ്റെ ഗവൺമെൻറ് തന്നെ ഇപ്പോൾ ഒരു അനിശ്ചിതത്വത്തിൽ ആയിരിക്കും. വേണ്ടി വന്നാൽ കേന്ദ്ര ഗവൺമെൻറ് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിനെ അടക്കം ഡിസംസ് ചെയ്യാവുന്ന ചില ക്ലോസുകളും ഉയർന്നു വരാം. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കെജ്രിവാളിൻ്റെ. സത്യം പറഞ്ഞാൽ കോനിമേ കുരു എന്ന് പറയുന്ന പോലെയാണ് കെജ്രിവാളിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. കെജ്രിവാളിൻ്റെ ഈ അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ പിന്നെ പ്രതിപക്ഷ മുന്നണിയിലുള്ള ഒരു കക്ഷിയും സഹതപിക്കുന്നില്ല. ഇപ്പോൾ രാവിലെ തന്നെ സുപ്രീം കോടതി രജിസ്ട്രാർ ഇത് നിരസിച്ചപ്പോൾ ഒരാളിൻ്റെ പോലും പ്രതികരണം ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. കാരണം അതിനകത്ത് നിയമപരമായ സാധ്യതകളും പിന്നെ ആനുകൂല്യവും കിട്ടത്തക്ക തരത്തിലുള്ള ഒരു അപേക്ഷയല്ല അദ്ദേഹത്തിൻ്റെത്. മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം ഈ കെജ്രിവാൾ അകത്ത് കിടക്കുന്നതായിരുന്നു അവർക്ക് ഗുണം. തടവിൽ കിടക്കുന്ന കെജ്രിവാൾ കുറച്ചുകൂടെ രാഷ്ട്രീയ ഗുണം അവർക്ക് ഉണ്ടായിരുന്നു. അവർ ഇന്ത്യൻ ഡെമോക്രസി തടവിലാണെന്ന് രാഹുൽ ഗാന്ധി രാജ്യത്തിനകത്തും പുറത്തും പ്രസംഗിച്ച് നടക്കുന്നൊരു കാലമായിരുന്നു. ഇദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം കിട്ടി പുറത്തു വന്നതോടുകൂടി അങ്ങനെ ഒരു വാചകത്തിനുള്ള സാധ്യത പോയി. എന്തായാലും കെജ്രിവാളിൻ്റെ മോഹം പൊലിഞ്ഞു. കെജ്രിവാളിൻ്റെ കുതന്ത്രങ്ങൾ പൊലിഞ്ഞു എന്ന് പറയുന്നതാണ് നല്ലത്.